വെൽക്കം ടു ബയോനെസ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള വർഗീകരണത്തിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 3 കിൻഡർ ക്ലാസിഫിക്കേഷൻ, 5 കിൻഡർ ക്ലാസിഫിക്കേഷൻ, അതുകൂടാതെ 3 ഡൊമെയിൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ ആയിരുന്നു. ഇനി അടുത്തതായിട്ട് ജന്തുക്കളുടെ വർഗീകരണം എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓരോരോ ലെവലായിട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ കിങ്ഡം എടുത്തിട്ട് കിങ്ഡം അനിമേലിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണല്ലോ ജന്തുക്കളുടെ വർഗീകരണത്തിൻ്റെ ഏറ്റവും ബേസ് ലെവൽ. ആ കിങ്ഡത്തിനെ നമുക്ക് അടുത്തതായിട്ട് ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കിങ്ഡം കഴിഞ്ഞിട്ട് അടുത്തത് ഫൈലം കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്നതാണ് ക്ലാസ്, അതിനുശേഷം വരുന്നതാണ് ഓർഡർ, അതിനുശേഷം വരുന്നതാണ് ഫാമിലി, അതിനുശേഷം വരുന്നത് ജീനസ്, ഏറ്റവും ഫൈനലി ആണ് സ്പീഷീസ് എന്ന ലെവൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ജന്തുക്കളുടെ വർഗീകരണത്തിൻ്റെ ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പോൾ ഈ കിങ്ഡത്തിനകത്താണ് ജനറലി എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജന്തുക്കളായിട്ട് വരുന്ന എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കിങ്ഡം അനിമേലിയ എന്നുള്ള ലെവലിലാണ്. ഓക്കെ, അനിമേലിയ. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഫൈലം വരുന്നത്. അപ്പോൾ ഫൈലം എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരീരഘടന, ശരീര അറ, ബീജപാളികൾ, ജേം ലെയേഴ്സ്, ശരീര സമമിതി, ബോഡി സിമെട്രി എന്നിവയെ അടിസ്ഥാനമാക്കി ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ജന്തുക്കളുടെ വർഗീകരണം നടത്തുന്നത്? ശരീരഘടന, ശരീര അറ, ബീജപാളികൾ അല്ലെങ്കിൽ ജേം ലെയേഴ്സ്, അതുപോലെ തന്നെ ശരീര സമമിതി അതായത് ബോഡി സിമെട്രി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില ജന്തുക്കളുടെ വർഗീകരണ തലങ്ങളിൽ ഫൈലത്തിനും ക്ലാസിനും ഇടയിൽ, അതായത് ഈ ഫൈലത്തിനും ക്ലാസിനും ഇടയിലായിട്ട് ആര് കാണും? സബ് ഫൈലം, ഡിവിഷൻ. ഫൈലത്തിൻ്റെയും ക്ലാസിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് മറ്റ് ചില കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അവിടെ വരുന്നതാണ് ആരൊക്കെ? ഒന്ന് സബ് ഫൈലം വരാം, അതുപോലെ തന്നെ ഡിവിഷൻ വരാം, അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ്. ഇത് ഇത്രയും ഈ ക്ലാസിൻ്റെയും ഫൈലത്തിൻ്റെയും ക്ലാസിൻ്റെയും ഇടയിൽ വരുന്ന ഉപവിഭാഗങ്ങളായിട്ടാണ്. അപ്പം നമുക്ക് ഈ ഫൈലത്തിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങളെപ്പറ്റി ജനറലായിട്ടുള്ളൊരു ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. ആദ്യം പോറിഫെറ. ശരീരത്തിലാകമാനം സുഷിരങ്ങളുള്ള ജലജീവികളാണ് ഫൈലം പോറിഫെറയിൽ വരുന്നത്. ഉദാഹരണം സ്പോഞ്ചുകൾ. അപ്പോൾ ഈ ജീവികളെ കണ്ടില്ലേ? ഇവരുടെ ശരീരത്തിൽ മുഴുവൻ ചെറിയ ചെറിയ പോസാണ്. അങ്ങനെ ശരീരത്തിലാകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളെയാണ് നമ്മൾ ഫൈലം പോറിഫെറയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനുദാഹരണമാണ് സ്പോഞ്ചുകൾ. അടുത്തതായി നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ എന്ന് പറയും. ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ. നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുള്ള ജലജീവികൾ. അപ്പോൾ ഈ ടെൻഡക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ മുടി പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ജലജീവികളെയാണ് വരുന്നത്. നിഡോബ്ലാസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ടെൻഡക്കിളുള്ള ജലജീവികളാണ് ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റയിൽ ഉൾപ്പെടുന്നത്. അതിനുദാഹരണമാണ് ഹൈഡ്ര, ജെല്ലി ഫിഷ്, അതുപോലെ തന്നെ കടൽപ്പൂവ് തുടങ്ങിയവയൊക്കെ. ഓക്കെ, അടുത്ത ഒരു ഫൈലമാണ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ജീവികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ജീവികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചെറുതും മൃദുവായതും പരന്ന ശരീരവുമുള്ള വിരകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒന്നാമതായിട്ട് പ്ലനേറിയ വരും, നാടവിര, ഫ്ലൂക്ക്, ലിവർ ഫ്ലൂക്ക് തുടങ്ങിയവയെല്ലാം ഈ പ്ലാറ്റിഹെൽമിന്തസിനകത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്ലനേറിയ മാത്രം നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞേക്കുന്നത് അതിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അതായത് അതിനെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിച്ചിടുന്ന ഓരോ പാർട്ടും പുതിയ ഓരോ ജീവിയായിട്ട് വീണ്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ജീവിയാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. പിന്നെ നാടവിട എന്ന് പറയുന്നത് നാടവിര, ഫ്ലൂക്ക് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള പാരസൈറ്റാണ്. ഈ നാടവിരയാണ് ടീനിയ സോളിയം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ലാർവയൊക്കെ ഇതായിട്ട് വരുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് വരുന്നത് പന്നിയാണ്. അതിനുശേഷം അടുത്തതാണ് ഫ്ലൂക്ക്, ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് സ്നെയിലിനെയാണ്. അപ്പോൾ ഇതൊരു തരം വിരകളാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള വിരകളാണ് പ്ലാറ്റിഹെൽമിന്തസിൽ ഉൾപ്പെടുന്നത്.
അടുത്തതായിട്ട് ഫൈലം നിമറ്റോഡ. ഈ ഫൈലം നിമറ്റോഡ എന്ന് പറയുന്നതും വിരകൾ ഉൾപ്പെട്ട ഒരു ഫൈലമാണ്. അപ്പോൾ പലതരത്തിലുള്ള വിരകളെ കാണാം അല്ലേ. നീണ്ടുരുണ്ട ശരീരമുള്ള വിരകൾ, പ്രധാനമായിട്ടും റൗണ്ട് വേംസ് ആണ് ഈ നെമറ്റോഡയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, റൗണ്ട് വേംസ് ആണ് ഫൈലം നെമറ്റോഡയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള നാടവിര മീൻസ് ടേപ്പ് വേം പോലത്തുള്ളവയാണ് ഈ പ്ലാറ്റി ഹെൽമിന്തസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ റൗണ്ട് വേംസിലെ തന്നെ 2 ഡിവിഷനാണ് കൊക്കോപ്പുഴു, കൃമി എന്ന് പറയുന്നത്. കൊക്കോപ്പുഴുവിന് ഇംഗ്ലീഷാണ് അസ്കാരിസ് എന്ന് പറയുന്നത്, കൃമിക്ക് പറയുന്ന പേരാണ് പിൻവേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും റൗണ്ട് വേംസിൻ്റെ തന്നെ ഡിവിഷനാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ അസ്കാരിസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെറുകുടലിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വലിപ്പമുള്ള ഉരുണ്ട വിരകളെയാണ് നമ്മൾ അസ്കാരിസ് എന്ന് പറയുന്നത്. അതേസമയം പിൻവേം എന്ന് പറഞ്ഞേക്കുന്നത് വൻകുടലിൻ്റെ ഭാഗങ്ങളിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് സീക്കം, കോളൺ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് പിൻവേംസ് കൂടുതലായിട്ട് കാണുന്നത്. അവയുടെ വലിപ്പം എങ്ങനെയാണ്? അവർ വളരെ ചെറിയ സൈസാണ്. അപ്പോൾ പ്രധാനമായിട്ടും ചെറിയ കുട്ടികളിലൊക്കെയാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലമാണ് ഫൈലം നിമറ്റോഡ. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് ഫൈലം അനലിഡ. അത് ശരീരത്തിൽ ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ്. അപ്പോൾ ഈ വരെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ സെഗ്മെൻ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള ഖണ്ഡങ്ങളോട് കൂടിയിട്ട് ശരീരമുള്ള ജീവികളെയാണ് നമ്മൾ ഫൈലം അനലിഡയിൽ വരുന്നത്. അതിന് എക്സാമ്പിളാണ് മണ്ണിര, കുളയട്ട, ലീച്ച് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈലം അനലിഡയ്ക്കകത്താണ് വരുന്നത്. അടുത്തതായിട്ടാണ് ഫൈലം ആർത്രോപോഡ. പോഡ മീൻസ് ലെഗ്സ്. അപ്പോൾ ഈ ചെറുഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ലെഗ്സ് ഉള്ള ജീവികളെയാണ് നമ്മൾ ഫൈലം ആർത്രോപോഡയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ബാഹ്യാസ്ഥികൂടം മീൻസ് എക്സോ സ്കെലിറ്റൺ ഇവർക്ക് പ്രസൻ്റ് ആണ്. അതിനുദാഹരണമാണ് കൊഞ്ച്, ഞണ്ട്, പാറ്റ തുടങ്ങിയവയെല്ലാം. ക്രാബ്, പ്രോണ്, അതുപോലെ തന്നെ കോക്രോച്ച്, ഇതെല്ലാം ഫൈലം ആർത്രോപോഡയിലാണ്. ഏറ്റവും കൂടുതൽ ജീവിവർഗ്ഗങ്ങൾ ഉൾപ്പെട്ട ഫൈലവും ഫൈലം ആർത്രോപോഡയാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ഫൈലമാണ് ഫൈലം മൊളസ്ക എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൃദു ശരീരമായിരിക്കും. ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റിൻ്റെ കവചമുണ്ട്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് കവചം മിക്ക ജീവികൾക്കുണ്ട്. സ്നെയില്, കക്ക, നീരാളി തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഒച്ച്, നീരാളി, കക്കയൊക്കെയാണ് ഫൈലം മൊളസ്കയിൽ വരുന്നത്. അടുത്തതാണ് എക്കിനോഡെർമേറ്റ എന്ന് പറയുന്നത്. മുള്ളു പോലത്തുള്ള, അതായത് മുള്ളുകളുള്ള സ്പൈൻസ് ശരീരത്തോടു കൂടിയ ജീവികളെയാണ് നമ്മൾ എക്കിനോഡെർമേറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് എക്സാമ്പിളാണ് കടൽ ചേന, നക്ഷത്ര മത്സ്യം തുടങ്ങിയവയെല്ലാം. അപ്പോൾ ഫൈലം എക്കിനോഡെർമേറ്റയിൽ വരുന്നത് സ്പൈൻസ് ഉള്ള ജീവികളാണെന്ന് ഓർക്കുക. എക്സാമ്പിളാണ് കടൽ ചേന, നക്ഷത്ര മത്സ്യം തുടങ്ങിയവയൊക്കെ. അടുത്തതായിട്ടാണ് അടുത്തൊരു വലിയ ഫൈലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കോർഡേറ്റ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ജീവികൾ ഉൾപ്പെട്ട ഫൈലമാണ് ആർത്രോപോഡ എന്ന് ഓർക്കുക. ദണ്ഡാകൃതിയിലുള്ള നോട്ടോകോഡ് ഉള്ളവയോ നട്ടലുള്ളവയോ ആണ് ഈ ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണം മനുഷ്യൻ, മത്സ്യം, തവള തുടങ്ങിയവയൊക്കെ. ഈ കോർഡേറ്റയുടെ കാര്യം നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോട്ടോകോഡും നട്ടെല്ലും. ഫൈലം കോർഡേറ്റയിലെ ജീവികളിൽ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലോ ജീവിതകാലം മുഴുവനായോ നട്ടലിൻ്റെ സ്ഥാനത്ത് ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമാണ് നോട്ടോകോഡ് എന്നത്. ഫൈലം കോർഡേറ്റയ്ക്ക് ആ പേര് വരാനുള്ള കാരണം നോട്ടോകോഡിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ കോർഡേറ്റ, നോട്ടോകോഡിൻ്റെ സാന്നിധ്യമാണ്. ഫൈലം കോർഡേറ്റയിൽ 3 സബ് ഫൈലങ്ങളാണ്. അപ്പം ഈ ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞേക്കുന്നത്, ഈ ഫൈലം കോർഡേറ്റ ഇത് ഫൈലമാണേ. ഈ ഫൈലത്തിന് 3 സബ് ഫൈലങ്ങളുണ്ട്. അപ്പം നമുക്ക് അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നതാണ് യൂറോ കോർഡേറ്റ. രണ്ടാമത്തതാണ് സെഫാലോ കോർഡേറ്റ. ഏറ്റവും അവസാനത്തെയാണ് വെർട്ടിബ്രേറ്റ. അപ്പോൾ ഈ 3 സബ് ഫൈലങ്ങളുടെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് യൂറോ കോർഡേറ്റ. ഇവയിൽ വ്യത്യസ്ത തരത്തിലാണ് നോട്ടോകോഡ് കാണപ്പെടുന്നത്. സബ് ഫൈലം യൂറോ കോർഡേറ്റയിൽ നോട്ടോകോഡ് ലാർവ അവസ്ഥയിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ലാർവ അവസ്ഥയിൽ മാത്രമേ ഇവർക്ക് നോട്ടോകോഡ് കാണൂ. രണ്ടാമത്തെ സെഫലോ കോർഡേറ്റയിലാണെന്നുണ്ടെങ്കിൽ ലാർവ അവസ്ഥയിൽ വാൽഭാഗത്ത് മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നത് യൂറോ കോർഡേറ്റയിൽ. അതേസമയം സെഫാലോ കോർഡേറ്റയിൽ ഉൾപ്പെടുന്ന ജീവികളിൽ തല മുതൽ വാൽ വരെ കാണപ്പെടുന്ന നോട്ടോകോഡ് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഫൈലത്തിലുള്ള ജീവികളിൽ തല മുതൽ വാൽ വരെ ഉള്ള നോട്ടോകോഡ്
നോട്ടോകോഡ് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നു. അതേസമയം വെർട്ടിബ്രയിലാവട്ടെ നോട്ടോകോഡ് ഭ്രൂണാവസ്ഥയിൽ മാത്രം കാണപ്പെടുന്നു. അതായത് ഭ്രൂണാവസ്ഥയിൽ മാത്രമേ ഇവരിൽ നോട്ടോകോഡ് കാണത്തുള്ളൂ. പിന്നെ അത് നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്നുള്ള രീതിയിലായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഓക്കെ, അപ്പോൾ 3 സബ്ഫൈലങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് യൂറോകോർഡേറ്റ, രണ്ടാമതായിട്ട് സെഫലോകോർഡേറ്റ, മൂന്നാമത്തത് വെർട്ടിബ്രേറ്റ. യൂറോകോർഡേറ്റയിൽ നോട്ടോകോഡ് ലാർവ അവസ്ഥയിൽ വാൽഭാഗത്ത് മാത്രമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ സെഫലോകോർഡേറ്റയിൽ തല മുതൽ വാൽ വരെ നോട്ടോകോഡ് കാണാം. അതിന് എക്സാമ്പിളാണ് ഈ ഫിഷ് പോലത്തെ ഒരു ജീവിയെ കണ്ടില്ലേ, ഇത് ശരിക്കും ഫിഷ് അല്ല, അതിൻ്റെ പേര് ലാൻസെറ്റ് എന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സെഫാലോകോഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഈ യൂറോകോഡയ്ക്ക് എക്സാമ്പിളാണ് സ്വീസ്കുട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ മാത്രം ഒട്ട് നിൽക്കുന്ന ഒരു ജീവിയുണ്ട്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. അടുത്തത് ഈ ലാൻസെറ്റ് എന്ന് പറഞ്ഞ ഫിഷാണ് സെഫാലോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ. അടുത്തതായിട്ട് വെർട്ടിബ്രേറ്റയ്ക്ക് എക്സാമ്പിളാണ് മനുഷ്യമ്മന്, കിളികൾ, റെപ്റ്റൈൽസ്, മീനുകൾ, ഇവയെല്ലാം. ഓക്കെ, ക്ലിയർ. അത്രയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിനെ ജസ്റ്റ് ഈ ഒരു വർക്ക്ഷീറ്റിൽ ഒന്ന് കൺസൈസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ചെയ്തിട്ട് എഴുതാം. നോക്കാം. ആദ്യമായിട്ട് മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള സമുദ്രജീവികൾ. അതിന് ഉദാഹരണമാണ് കടൽ ചേന, നക്ഷത്ര മത്സ്യം ഒക്കെ. അപ്പോൾ അവ എന്താണ്? അവ ഫൈലം എക്കിനോഡെർമേറ്റയിലാണ് വരുന്നത്. ഓക്കെ, എക്കിനോഡെർമേറ്റയിലാണ് മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള സമുദ്രജീവികൾ, കടൽ ചേന, നക്ഷത്ര മത്സ്യം ഒക്കെ വരുന്നത്. അടുത്തതാണ് ഫൈലം നിമറ്റോഡ. അപ്പം ഞാൻ പറഞ്ഞു നിമറ്റോഡയും പ്ലാറ്റിഹെൽമിന്തസും വിരകളുടെയാണ്. നിമറ്റോഡ എന്ന് പറയുന്നത് റൗണ്ട് വേംസിൽ ഉൾപ്പെട്ട ജീവികളാണ് വരുന്നത്. അതിനകത്താണ് പിൻവേം, അതുപോലെ തന്നെ അസ്കാരിസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട ശരീരമുള്ള വിരകളാണ്. ഉരുണ്ട ശരീരമുള്ള വിരകൾ, അതാണ് ഫൈലം നിമറ്റോഡയിൽ വരുന്നത്. അടുത്തത് ശരീരത്തിലാകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജീവികൾ, നിറച്ച് പോസുള്ള ജീവികൾ. അപ്പോൾ അതെന്താണ്? ഫൈലം പോറിഫെറയാണ് വരുന്നത്. ഓക്കെ, ഫൈലം പോറിഫെറയാണ് വരുന്നത്. അതിന് ഉദാഹരണമാണ് സ്പോഞ്ചുകൾ. അടുത്തത് നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുള്ള ജീവികൾ. അപ്പോൾ എന്താണ്ട് ഇങ്ങനെ മുടി പോലൊക്കെ ഇരിക്കുന്ന ടെൻഡക്കിളുള്ള ജീവികൾ വരുന്ന ഏതാ? അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ അന്നേരം ഓർക്കേണ്ടത് ഹൈഡ്രയാണ്. അത് ഏത് ഫൈലത്തിലാണ് വരുന്നത്? നിഡോബ്ലാസ്റ്റ്, നിഡേറിയ എന്ന ഫൈലത്തിലാണ് ഈ ഹൈഡ്രയൊക്കെ ഉൾപ്പെടുന്നത്. അടുത്തത് ഒച്ച്, നീരാളി. അപ്പോൾ ഒച്ചും നീരാളിക്കും ഒക്കെ എന്താ? കാൽസ്യം കാർബണേറ്റ് കവചമുണ്ട്. അതുപോലൊക്കെ തന്നെ അവരുടെ മൃദു ശരീരമാണ്, കാൽസ്യം കാർബണേറ്റ് കവചമുണ്ട്. അപ്പോൾ അവരൊക്കെ ഏതിനകത്താണ് വരുന്നത്? ഫൈലം മൊളസ്കയിലാണ് വരുന്നത്, മൊളസ്ക. അടുത്തത് ഖണ്ഡങ്ങളോട് കൂടിയിട്ടുള്ള ശരീരമുള്ള ജീവികൾ, അതായത് സെഗ്മെൻറ്റ്. ഖണ്ഡം മീൻസ് സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ആയിട്ടുള്ള ജീവികൾ എവിടെ വരുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഖണ്ഡങ്ങളോട് കൂടിയിട്ടുള്ള ശരീരമുള്ള ജീവികളെന്ന് എക്സാമ്പിളാണ് നമ്മൾ മണ്ണിര, കുളയിട്ട തുടങ്ങിയവ. അപ്പോൾ അവ വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈലം അനലിഡയിലാണ് വരുന്നത്. അടുത്തതായിട്ടാണ് ആർത്രോപോഡ വരുന്നത്. ആർത്രോപോഡ എന്ന് പറയുമ്പോൾ പോഡ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലെഗ്സ്. അപ്പോൾ ജോയിൻറ്റഡ് ആയിട്ടുള്ള ലെഗ്സ് വരുന്ന ജീവികളെയാണ് ആർത്രോപോഡയിൽ പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കൊഞ്ച്, ഞണ്ട് ഒക്കെ. ഇവയെല്ലാം ആർത്രോപോഡയിലാണ് വരുന്നത്. അടുത്തത് പ്ലനേറിയ നാടവിര. അപ്പോൾ പ്ലനേറിയ നാടവിര എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫ്ലാറ്റ് ആയിട്ടുള്ള വിരകളാണ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള വിരകളാണ്. അവ വരുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലാണ്. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, അടുത്തതാണ് കോഡേറ്റ. അപ്പോൾ അവർക്ക് നോട്ടോകോഡ് എന്ന ഒരു ദണ്ഡാകൃതിയിലുള്ള ഒരു അവയവം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡേറ്റയിൽ പറയുന്നത്. അതിനകത്താണ് മനുഷ്യന് പിന്നെ പക്ഷികളും ഒക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇത്രയും പഠിച്ചതിൻ്റെ കൺസൈസ് ചെയ്തിട്ടുള്ളൊരു വർക്ക്ഷീറ്റായിരുന്നു നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത്. ക്ലിയർ. നോട്ടോകോഡുള്ള ജീവികളെയാണ് ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ നട്ടലുള്ള ജീവികളെ വെർട്ടിബ്രേറ്റ എന്ന സബ്ഫൈലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന ജീവികളെ വീണ്ടും തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം വെർട്ടിബ്രേറ്റയുണ്ട്, കോഡേറ്റയുണ്ട്. കോഡേറ്റയിൽ 3 ഡിവിഷൻസ് ഉണ്ട്: യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. പിന്നെ ഈ വെർട്ടിബ്രേറ്റയിൽ ഉള്ള ജീവികളെ നമ്മൾ ഈ വെയിൽ നട്ടലുള്ള ജീവികളെ വെർട്ടിബ്രേറ്റ എന്ന സബ്ഫൈലത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്താണ് മനുഷ്യനും പലതരത്തിലുള്ള കിളികളും തവള പോലത്തെ ഉരകങ്ങളും ഒക്കെ വരുന്നത്. ഇനി ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതാണ് പിസസ്. പിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷസ് വരുന്ന ജീവി വർഗ്ഗമാണ്. അതൊരു സൂപ്പർ ക്ലാസ്സാണ് ഫിഷസ്, അതായത് പിസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫിൻസ് ഉള്ളവ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കോൺട്രിക്റ്റിക്സും ഉണ്ട്, അതുപോലെ തന്നെ ഓസ്റ്റിക്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഈ പിസസ് എന്നുള്ളതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായിട്ടാണ് കോൺട്രിക്റ്റിക്സ് എന്ന് പറയുന്നത്. കോൺട്രിക്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഓസ്റ്റിക്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമാണുള്ളത്. കോൺട്രിക്റ്റിക്സും ഉണ്ട്, ഓസ്റ്റിക്റ്റിക്സും ഉണ്ട്. കോൺട്രിക്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുണാസ്തി മത്സ്യം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഷാർക്ക്. അടുത്ത ഓസ്റ്റിക്റ്റിക്സ് എന്ന് പറഞ്ഞേക്കുന്നതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഒരുപാട് മത്സ്യങ്ങളെ പറയാം. ഏറ്റവും പ്രധാനമായിട്ട് റോഹു, അയല, മത്തി തുടങ്ങിയവയെല്ലാം. പിന്നെ അവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ് ഇക്തിക്തിസ് എന്ന് പറഞ്ഞാൽ ഫിഷ് എന്നാണ്. അപ്പോൾ ഇക്തിയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫിഷാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇവയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരീരത്തിൽ ശൽക്കങ്ങൾ, സ്കെയിൽസ് ഉണ്ട്. ഹൃദയത്തിന് 2 അറകളുണ്ട്. ഇവ എവിടെ വസിക്കുന്നത്? ജലത്തിലാണല്ലേ, ജലത്തിലാണ്. ചലനോപാധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിൻസ് ആണ്. അടുത്തത് ശ്വസനാവയവങ്ങൾ എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ഓക്കെ, ക്ലിയർ. ഈ പറഞ്ഞിട്ടുള്ള മീനുകളെല്ലാം ഇതിനകത്താണ് ഉൾപ്പെടുന്നത്. രണ്ടാമതായിട്ട് ടെട്രാപോഡ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു പോഡ മീൻസ് ലെഗ്സ്. അപ്പോൾ ലിംസ് ഉള്ളവയാണ് നമ്മൾ ഈ ഒരു സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആംഫീബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയജീവികൾ. കരയിലും ജലത്തിലുമായി ജീവിത ചക്രം പൂർത്തിയാക്കുന്നു. ഈർപ്പവും വഴുവഴുപ്പുമുള്ള ത്വക്ക്, അതുപോലെ തന്നെ അവ മുട്ടയിടുന്നു. പിന്നെ ഇവയുടെ ശ്വസനാവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്വസനാവയവങ്ങൾ ലാർവ സ്റ്റേജിൽ ഫിൻസാണ്. അതിനുശേഷം അഡൽട്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ലങ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവർ സ്കിൻസും ഉണ്ട്. സ്കിൻസും ലങ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഫ്രോഗ് അല്ലെങ്കിൽ തവള എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്തതാണ് റെപ്റ്റേലിയ, ഉരഗങ്ങൾ, ഇഴജന്തുക്കൾ. അവർക്ക് വരണ്ട ത്വക്കാണുള്ളത്. ശരീരത്തിൽ ശൽക്കങ്ങളുണ്ട്, വിരലുകളിൽ നഖങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സെപ്ഷനാണ് സ്നേക്കിന് കാലുകളോ വിരലുകളോ ഒന്നുമില്ല. അടുത്തത് ഇവയുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് ലങ്സ് ആണ്. ഹൃദയത്തിലെ അറകളുടെ എണ്ണം പറഞ്ഞേക്കുന്നത് പൊതുവെ 3 എണ്ണമാണ്. ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്രോക്കഡൈലിന് എത്ര അറകളാണുള്ളത്? 4 എണ്ണമാണുള്ളത്. പ്രജനന രീതി എന്ന് പറഞ്ഞേക്കുന്നത് ഒവിപാരസ് ആണ്. പൊതുവെ ഒവിപാരസ് ആണ്. മുട്ടയിട്ടിട്ടാണ് കുട്ടികളെ വിരിയിക്കുന്നത്. അടുത്തതാണ് ഏവ്സ്, തൂവലുകളാൽ പൊതിഞ്ഞ ശരീരം, ചിറകുകൾ, വിരലുകളിൽ നഖങ്ങൾ. പിന്നെ ഇവയുടെ ശ്വസനാവയവവും ലങ്സ് ആണ്. ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. പ്രജനന രീതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒവിപാരസ്, അതായത് മുട്ടയിട്ടിട്ട് കുട്ടികളെ വിരിയിക്കുന്നത്. ക്രോ, പാരറ്റ് ഇങ്ങനത്തുള്ള പക്ഷികളെല്ലാം ഇതിന് ഉദാഹരണമാണ്. അടുത്തതാണ് മമ്മേലിയ, സസ്തിനികൾ. രോമങ്ങളാൽ പൊതിഞ്ഞ ശരീരം, വിരലുകളിൽ നഖങ്ങൾ, പാലൂട്ടുന്നു. പിന്നെ ശ്വസനാവയവം ലങ്സ് ആണ്. ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3 ആണ്. പ്രജനന രീതി എന്ന് പറഞ്ഞിരിക്കുന്നത് വിവിപാരസ് ആണ്. അത് പ്രസവിച്ചിട്ട് കുട്ടികളെ വളർത്തുന്നതിനെയാണ് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് പശു, മനുഷ്യൻ തുടങ്ങിയവയൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ വർഗീകരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സസ്യങ്ങളുടെ വർഗീകരണത്തെ പറ്റി നോക്കാം. താങ്ക്